പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ ഇന്നത്തെ യാത്ര മല്ലങ്കുഴി വെള്ളച്ചാട്ടം കാണുവാനാണ്. ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രദ്ധിക്കുമല്ലോ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്നും എരുമപ്പെട്ടി റോഡിലൂടെ 11 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എരുമപ്പെട്ടി സെൻറ്ററിൽ എത്തുന്നതാണ്. ഇടതുഭാഗത്തായി കടങ്ങോട് റോഡ് എന്ന ദിശ ബോർഡ് കാണുവാൻ കഴിയുന്നതാണ്. ഈ റോഡിലൂടെ പ്രവേശിച്ച് 3 കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ കടങ്ങോട് സെൻറ്ററും കഴിഞ്ഞ് അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് മല്ലങ്കാവ് അമ്പലം എന്നെഴുതി വെച്ച ചെറിയ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള റോഡ് കാണാം. ഈ റോഡിലൂടെ 1 കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോയാൽ പിന്നെ കാനനപ്പാതയാണ് മല്ലങ്കാവ് അമ്പലം വരെയും. ഈ വഴിയിലൂടെ വന്ന് അമ്പലത്തിന് താഴെ വാഹനം പാർക്ക് ചെയ്യാം. കാട്ടിനുള്ളിലെ മനോഹരമായ അമ്പലവും സമീപത്തുള്ള വെള്ളച്ചാട്ടവും ഏതൊരു യാത്രക്കാരൻ്റെയും മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു കാര്യമാണ്. മല്ലനെന്ന ഭൂതം വസിച്ചിരുന്ന ഇടമാണ് പിന്നീട് ക്ഷേത്രമായി മാറിയതെന്ന് പറയപ്പെടുന്നു. വളരെ മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇത്. അമ്പലക്കുളത്തിന് സൈഡിലൂടെ 20 മീറ്റർ കാട്ടിനുള്ളിലേക്ക് നടക്കുമ്പോൾ കാണുന്ന ചെറിയ തോട് കടന്നു ചെല്ലുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ്. അല്പം ആഴം ഉണ്ടെങ്കിലും കുളിക്കുവാൻ പറ്റിയ ഒരു ഇടമാണ്. കാടിനുള്ളിൽ മഴ പെയ്ത് വെള്ളച്ചാട്ടം ശക്തി പ്രാപിച്ചാൽ വെള്ളച്ചാട്ടത്തിന് താഴെ കുളിക്കുമ്പോൾ ഒഴുക്കിൽപ്പെടുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധിച്ചു വേണം കുളിക്കേണ്ടത്. നീന്തൽ അറിയാത്ത ആരും തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും വേണ്ട. ഈ അരുവി കാടിനുള്ളിലൂടെ ഒരു ചെറിയ പുഴയായി മാറുന്നു. അമ്പലത്തിലോട്ട് വരുന്ന റോഡിൽ പലരും വാഹനം ഒതുക്കി വെച്ച് പുഴയിൽ ഇറങ്ങി കുളിക്കുന്നത് കാണാം. അത് അപകടമാണ്. വലിയ വലിയ കുഴികൾ പുഴയിൽ ഉണ്ട്. നീന്തൽ അറിയുന്നവരായാലും ശരി, പുഴയിൽ ഇറങ്ങുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഒരു കാര്യം, ഒക്ടോബർ നവംബർ മാസം വരെയേ ഈ വെള്ളച്ചാട്ടം കാണുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ ഏകാന്ത യാത്രയിൽ നിങ്ങളും ഒപ്പം ചേരുമല്ലോ. എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൃശ്ശൂർ ജില്ലയിലെ മനോഹരമായ അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും വിടാം.